അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു ഖബർ പ്രകാശിക്കുകയാണ്, ഒരു ഖബർ പ്രകാശിക്കുകയാണ്. വല്ലാത്ത ഒരു പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീൽ ഏത് പ്രവാചകന്റെ ഖബറാണ്? ആ പ്രകാശിക്കുന്ന ഖബറാരുടേതാണ്? വല്ലാത്ത ഒരു സുഗന്ധം അടിച്ചു വീശുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അതൊരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ, ഒരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി ആരാ പടച്ചവര്? ഖബർ പ്രകാശിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണാരാട്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ് നബിയേ. ആരാണ് മാഷിത എന്നറിയുമോ? ടിക്ടോക്കിന്റെ പുറകിൽ നടക്കുന്ന യുവത്തവേ, നിനക്കാരാ മാഷിത എന്ന് പറയുന്ന പെണ്ണാരെന്ന് നിനക്കറിയുമോ? ആ പെണ്ണിന്റെ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശാറുള്ള കാരണം എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീല് ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ്? ആരാണ് മാഷിത? ആരാണ് മാഷിത? മാഷിത ബീവിയുടെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, മുത്തുനബിയേ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ് നബിയേ. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, ആരും അറിയാതെ മാഷിത ബീവി മുസ്ലിമായി. കാരണം ഫിർഔനിന്റെ വീട്ടിലെ വേലക്കാരിയാ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ, ആരും അറിയാതെ മുസ്ലിമായി. പടച്ചവനെ, മൂസാ നബി പറഞ്ഞു കൊടുത്തു, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാഷിത. അങ്ങനെ പടച്ചവനെ, മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹാ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് പടച്ചവനെ ഒരു ദിവസമുണ്ടല്ലോ, മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വന്നത്. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹാ കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ബിസ്മി അങ്ങ് ഉറക്കെ പറയുകയാണ്. ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്, ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്. പടച്ചവനെ, വാപ്പയുടെ ചെവിയിലെത്തി, ഫിർഔനിന്റെ ചെവിയിലെത്തി കഴിഞ്ഞു. മാഷിത ബീബി മുസ്ലിമായ എന്ന വാർത്ത അതാ ഫിർഔൻ അറിയുകയാ. കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞ നാണക്കേടാണ്. അതുകൊണ്ട് ഒരുപാട് ആരും അറിയാതെ ഉപദേശിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷേ മാഷിത ബീബി അവിടെ നിന്ന് പിന്തിരിയുന്നില്ല. പടച്ചവനെ, അങ്ങനെ കൊട്ടാരത്തിലെ മറ്റുള്ളവരറിയാൻ തുടങ്ങി, നാട്ടുകാരറിയാൻ തുടങ്ങി. എല്ലാവരും അതാ മാഷിത ബീബി മുസ്ലിമായ കാര്യമറിയുമ്പോ ഫിർഔൻ തന്റെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അവസാനം യോഗത്തിലെടുത്ത തീരുമാനം
എന്തെന്നറിയുമോ? എങ്ങനെയെങ്കിലും ഇവളെ പുതിയ മതത്തിൽ നിന്ന് തിരിച്ച് പഴയ മതത്തിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷ കൊടുക്കണം. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചെയ്തതെന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹു തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, മാഷിത, തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ മാഷിത? നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ മാഷിത? ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും മാറ്റമില്ല, എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂല. റബ്ബേ, ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവര് ചെയ്തതെന്തെന്നറിയുമോ? മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകളെ ഇങ്ങ് പിടിച്ചുകൊണ്ട് വരികയാണ്. തന്റെ പൊന്നാര മകളുണ്ടല്ലോ, 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള തന്റെ പൊന്നാര മകളെ പിടിച്ചുകൊണ്ട് വന്നു. അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു, മാഷിത, ഇനി പറ, അല്ലാഹനെ വേണോ പഴയ മതം വേണോ? നിനക്ക് ഇസ്ലാം മതം വേണോ അതോ പഴയ മതം മതിയോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോൾ ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു കളയുമെന്ന് ശത്രുക്കൾ പറയുമ്പോ മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചെയ്തതെന്തെന്നറിയുമോ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൾ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിന് വില പറയുമ്പോ മാഷിത എന്ന് പറയുന്ന ഇസ്ലാമുള്ള അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഹൃദയത്തിൽ ദുആ ചെയ്ത് ഈമാൻ ഉറപ്പിച്ച മാഷിതയുണ്ടല്ലോ, തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നു, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് പറയുന്നു, പൊന്നുമോള്, ഒരിക്കലും എന്റെ പൊന്നുമോള് കരയരുത്, നമ്മള് സ്വർഗത്തിലാ. തന്റെ പൊന്നാര മകളോട് പറയുകയായിന് സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് മാഷിത ബീവി യാത്രയാക്കുകയാണ്. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് തന്റെ പൊന്നാര മകള് കിടന്ന് നിലവിളിക്കുന്നത്, ആ എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയുകയാണ്. കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ കരിഞ്ഞ ശരീരം എടുത്ത് വെളിയിലിട്ടു. രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത, തീരുമാനത്തിൽ വല്ല മാറ്റമുണ്ടോ? ഇത് നിന്റെ രണ്ടാമത്തെ മകളാട്. പടച്ചവനെ, മാഷിത അവിടെന്ന് പതറിയില്ല. തന്റെ പൊന്നാര കുഞ്ഞിനെയും അവിടെന്ന് യാത്ര പറഞ്ഞ് യാത്രയാകുകയാണ്. രണ്ടാമത്തെ കുഞ്ഞമ്മ കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരിയുകയാണ്. പടച്ചവനെ, ശത്രുക്കൾക്ക് ദേഷ്യം കൂടുകയാണ്. അവര് മൂന്നാമത് കൊണ്ടുവന്നതാരെയും അറിയുവോ? പാല് കുടിക്കുന്ന പൊന്നുമോനയാ. മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, അവന് പാല് കുടിക്കുന്ന പ്രായമാണ്. ആ പിഞ്ചു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിനെ വിലപേശുകയാണ്. മാഷിത, നിന്റെ പൊന്നാര മകനെയൊന്ന് നോക്കൂ മാഷിത. 2 മക്കളും പോയതുപോലെയല്ലല്ലോ. നീ ഇവനെ കണ്ട് കൊതി തീർന്നില്ലല്ലോ, ഇവന് പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ, ഇവനെ സ്നേഹിച്ച് കൊതി തീർന്നില്ലല്ലോ. മാഷിത, കൊല്ലണോ? ഈ പിഞ്ചു കുഞ്ഞിനെ കൂടെ കൊന്നു കളയണോ മാഷിത? മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹ മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ.
പടച്ചവനെ മാസിത്താ ബീവിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ ശത്രുക്കൾ വിചാരിച്ചു തോറ്റുപോയെന്ന്, മാസിത്ത പരാജയപ്പെട്ടു പോയെന്ന് കരുതിയിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാരും തന്റെ ഉമ്മാനെ കളിയാക്കുകയാ. തന്റെ ഉമ്മ നിന്ന് കരയുകയാണ്. ആ സമയത്ത് ചിരിക്കുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട്, ആ ചിരിച്ചു കൊണ്ടിരുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട് ആ പാല് കുടിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, അവൻ അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുകയാ. പാല് കുടിക്കുന്ന കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാറില്ല, പക്ഷേ അതാ പടച്ചവന് ആ പൊന്നുമകന് മാസിത്താ ബീവിയുടെ പൊന്നുമോനുണ്ടല്ലോ, അവിടെന്ന് വിളിക്കുന്നു യാ ഉമ്മാ ഇക്തഹമീ, അവിടെന്ന് വിളിക്കുന്ന ഉമ്മ കരയല്ലേ ഉമ്മ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാടുമ്മ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാ. അതുകൊണ്ട് ഉമ്മ ഇവന്മാരെന്ത് ചെയ്താലും തോറ്റുകൊടുക്കരുത്. എന്റെ ഉമ്മ എന്നെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാക്കുമോ? പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞ് തന്റെ ഉമ്മയോട് വിളിച്ചു പറയുകയാ, ഉമ്മ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് പടച്ചവര് പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ, എന്നെ യാത്രയാക്കുമ്പോ. അവിടെന്ന് മാസിത്താ ബീവി റളിയല്ലാഹു തആല തന്റെ ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അതാ ശത്രുക്കള് തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മാസിത്താ ബീവി കരഞ്ഞില്ല പെങ്ങള്, നിന്നെ പോലെ പേടിച്ച് പറച്ചിട്ട് ഈമാൻ കളഞ്ഞിട്ട് പടച്ചവനെ അവിടെ നിന്ന് ഓടാ തയ്യാറായില്ല. ഈമാൻ ഉറച്ചാൽ അങ്ങനാണ്, ഈമാൻ ഹൃദയത്തിൽ കേറിയാൽ അങ്ങനാണ്. അല്ലാഹുവാണ് സർവ്വതിനെക്കാളും വലിയതെന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വന്നാ അത് തകർക്കാൻ ആർക്കും കഴിയില്ല. മാസിത്താ ബീവിയുടെ 3 മക്കളും മരിച്ചുപോയി. സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ബീബിയുടെ മുന്നിൽ വന്നിട്ട് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാസിത്താ. ഇത് പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല. പടച്ചവനെ 300 കൊല്ലം കടലിൽ കടന്നിട്ടും പടച്ചവനെ അല്ലാഹു അവനെ നശിപ്പിച്ച് കളയാതെ ഇന്നും പടച്ചവനെടുത്ത് വെച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും പഠിക്കാരാ. ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ഇന്നും സാക്ഷാൽ ഫിറഔനിനെ പടച്ചവനെ അല്ലാഹു കാണാൻ വെച്ചിരിക്കുന്നത് വരുന്ന തലമുറകൾക്ക് അവനെ കണ്ടു പഠിക്കാരാ. കാരണം അവനാണ് പറഞ്ഞത് അന റബ്ബുകുമുൽ അലാ, ഞാനാണ് പടച്ചവന്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ അവനാണ് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായ പെണ്ണിനോട് പറയുകയാ, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ തോറ്റടി മാസിത്താ, നിന്നെ കൊല്ലാൻ പോവുകയാണ്. എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് വല്ല മോഹവുമുണ്ടെങ്കിൽ പറ, വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ. മാസിത്താ ബീവി കരഞ്ഞ് വിളിച്ചിട്ട് എന്നെ കൊല്ലരുതെന്നല്ല പറഞ്ഞത്, എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ അതേ കുഴിക്കകത്ത് എന്റെ മക്കളുടെ എല്ലും കൂടെ നിങ്ങളാ കബറിന്റെ അകത്തിടണേ. എന്റെ മക്കളെ കൂടെ എന്നെ കബറടക്കുന്ന കബറിന്റെ അകത്ത് തന്നെ കുഴിച്ചിടണേ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ.
എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇത് ഈമാൻ ഉറച്ചാൽ ഒരു പെണ്ണെങ്ങനെയാകുമെന്ന് പഠിക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോ, പടച്ചവനോട് ദുആ ചെയ്തോ. ഈ സദസ്സിലിരിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളോട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു താക്കീതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചോദിക്കുകയാ, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്, പടച്ചവനെ ഭയത്തിലാണ്. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മനുഷ്യനെ പെട്രോളടിച്ചിട്ട് ജീവനോടെ കത്തിക്കുന്ന കാഴ്ച കാണുമ്പോ, പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ, പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന കാഴ്ചകൾ കാണുമ്പോ നമുക്കൊക്കെ വല്ലാത്ത പേടിയാ, നമുക്കൊക്കെ വല്ലാത്ത പേടിയാ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ഇതൊക്കെ സാമ്പിളാ മോനെ, ഇതൊക്കെ സാമ്പിളാടാ, ഇതൊന്നുമല്ലടാ. ഇതിനെക്കാളും വലിയ അനുഭവിക്കാൻ വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ തുടക്കമാണ്. പെട്രോൾ അടിച്ചിട്ട് ജയ് ശ്രീരാമെന്ന് വിളിക്കടാ, ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്ന മതഭ്രാന്തന്മാര്, പടച്ചവൻ ഇതൊന്നുമല്ല ചെറുപ്പക്കാരാ, ഇതിനെക്കാളും വലുതൊക്കെ വരാൻ പോവുകയാണ്. അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അള്ളയാടാ ചോദിച്ചത്, നീ സ്വർഗ്ഗം അങ്ങ് ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോടാ? എന്തിനാ നിന്റെ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു തരുന്നത്? ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുകിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോയി പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചു ചാട്ടമാറ് കൊണ്ട് തല്ലിയ കഥ പറഞ്ഞു തരുന്നത് വെറുതെ സുഖിക്കാനല്ല. സുമയ്യ ബീബിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുത്ത ചരിത്രം പറയുന്നത് വെറുതെയല്ല. മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടു തലയുടെ നേർഭാഗത്തവന്റെ ഉച്ചിയിൽ ഈർച്ചവാള് വെച്ചിട്ട് 2 കഷ്ടമായി മുറിച്ച കഥകൾ പറയുന്നത് വെറുതെ കേൾക്കാറല്ല. ഇതൊക്കെ ഈമാൻ ഉറയ്ക്കാരാ, മാനസികമായി തയ്യാറെടുക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഇനി നിനക്ക് രക്ഷപ്പെടണോ, ഇനി രക്ഷപ്പെടണോ, നിനക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇനി രക്ഷ വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഈമാൻ ഉറപ്പിക്കലാ, നിന്റെ ഈമാൻ പ്രകാശിപ്പിക്കലാ. അതല്ലാതെ വേറെ ഒരു വഴിയില്ല ചെറുപ്പക്കാരാ. കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവാണ്. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലിക, നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നീ കരുതിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, സ്വർഗ്ഗം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നരകമോചനം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നല്ല മരണം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, സമ്പത്തിൽ അഭിവൃദ്ധി വേണമെന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചോദിച്ചു, പക്ഷേ അതൊക്കെ ചോദിക്കാൻ മറന്നുപോയാൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു ദുആ എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അത് റബ്ബിനോട് ദുആ ചെയ്യലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഉറയ്ക്കാനുള്ള ഒന്നാമത്തെ വഴി, എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവോട് പറയണം, സമ്പത്ത് വർദ്ധിപ്പിച്ചതാ അല്ല, ആരോഗ്യം വർദ്ധിപ്പിച്ചതാ അല്ല, എല്ലാം വർദ്ധിപ്പിച്ചതാ, ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, ചോദിച്ചോ. പക്ഷെ നീ മറക്കാതെ ഒന്നുകൂടെ ചോദിക്കണം, എൻ്റെ ഈമാൻ, എനിക്ക് തന്ന ഈമാൻ അതൊന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്താൽ മതി, വർധനവുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇനി രക്ഷപ്പെടാൻ ആകെ ഉള്ള വഴി അതൊക്കെ ഉള്ളൂ. അല്ലാതെ വാട്സപ്പിൽ തല്ലിക്കൊല്ലുന്നു, കത്തിക്കുന്നു, ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതൊന്നും അല്ല.
ഇതൊന്നുമല്ല, ഇനി വരാൻ പോക. ഇതൊക്കെ സാമ്പിളാ. ഇനി ഇതിനേക്കാളും വലുതൊക്കെ ഇങ്ങോട്ട് വരാൻ പോക. അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് ഈമാൻ അങ്ങോട്ട് ഇപ്പോഴേ ഉറപ്പിച്ചു, അതേ വഴിയുള്ളൂ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ എന്തോ ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. ഉള്ള കാര്യമില്ലേ പറഞ്ഞേ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഇന്ന് മൊബൈലുകളിൽ കാണുന്നതെല്ലാം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ. കാരണം ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ല പറഞ്ഞ്. ബിലാൽ തങ്ങളുടെ ചരിത്രം, സുമയ്യ ബീവിയുടെ ചരിത്രം, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു, ഹംസ ഇവരുടെയൊക്കെ ചരിത്രം വെറുതെ അല്ല. നീ ഇതുപോലെ അനുഭവിക്കേണ്ടവനാ, ഒരുങ്ങാൻ വേണ്ടിയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ചോദിക്കുകയാ, എൻ്റെ സ്വർഗം വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലമല്ല. എടാ, എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗം ഓസിനൊന്നും തരൂല ഞാൻ. അത് കിട്ടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടും ത്യാഗമൊക്കെ ഉണ്ട്. അത് അനുഭവിച്ചാലേ കിട്ടത്തുള്ളൂ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്ക ആമീൻ പറ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. ഈ തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വന്നാൽ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം എല്ലാവരും സാമ്പത്തികമായിട്ട് തകർന്നു അല്ലേ? സാമ്പത്തികമായിട്ട് ഞാൻ അനീഷിനോട് വെച്ചു, വല്ല കച്ചവടം ഉണ്ടോ? ഇല്ല ഉസ്താദെ, പിരിവ് ചോദിക്കാൻ തന്നെ പേടിയപ്പോൾ എല്ലാവരുടെ അടുത്ത്. ഇപ്പൊ പൈസ ചോദിക്കാൻ തന്നെ പേടിയാ. എല്ലാവരും പറയുന്നത് സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ? ഗൾഫൊക്കെ തീർന്നു ഉസ്താദെ, GST വന്നു, കേന്ദ്ര സർക്കാർ വന്നു. ഇതൊക്കെയാ നിന്റെ വീട്ടിൽ പട്ടിണിയാകാനുള്ള കാരണം. നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ പട്ടിണിയും പ്രയാസവും ഉണ്ടാകാനുള്ള കാരണം ആരാ? കേന്ദ്ര സർക്കാർ അല്ലേ? നമ്മൾ പറയണതിന് മറുപടിയാ. നമ്മൾ പറയണത് നമ്മുടെ വീട്ടിൽ കരുനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകാൻ കേന്ദ്ര സർക്കാരാ കാരണം? കേരള സർക്കാരാ കാരണം? അല്ലെങ്കിൽ നോട്ട് നിരോധന കാരണം അല്ല. നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ് നിന്റെ വീട് പട്ടിണിയായത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ള കാര്യം പറ, ഈമാൻ തരുമാറാകട്ടെ. കരുനാഗപ്പള്ളിയിലെ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തത് അവൻ രാജ്യം ഭരിക്കണുണ്ടാ? ആണോ? അല്ല, നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ട്. ഞാൻ അങ്ങനെ പറയും, നിന്റെ കയ്യിലിരിപ്പ് ശരിയാകാത്തത് കൊണ്ടാ നിന്റെ വീട്ടിൽ പട്ടിണി. അല്ലാതെ ഓനെ ഒന്നും ആരും ഒന്നും പറയണ്ട. അവനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഓനും ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളയാ, അല്ലാതെ അവനല്ല. അവന്റെ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു റബ്ബ് മുകളിലിരിക്കുന്നുണ്ട്. നിന്റെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ് നിന്റെ വീട്ടിൽ ഇത്ര ദാരിദ്ര്യവും പ്രയാസവും. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരാമീൻ പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദര, എടാ, നമ്മളൊക്കെ ഇങ്ങനെ ആരുടെ വീട്ടിലാ പട്ടിണി? ഈമാനുള്ള ഒരുത്തന്റെ വീട്ടിലും പട്ടിണിയും പ്രയാസമൊന്നും ഇല്ല. ഈമാനുള്ള അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും യാതൊരു പ്രയാസമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു നല്ല കാര്യം പറഞ്ഞു തരാം. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. തെണ്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അമീനെ മൊബൈലിന് പൊക്കട കൈ രക്ഷപ്പെടണ്ടേ? മരിക്കണ എടാ ചങ്ങാതി, BJP ഭരണമല്ലടാ, സാക്ഷാൽ ഇനിയിപ്പോ ഒരുത്തം വരാണ്ട് ദജ്ജാൽ ഓം വന്ന് രാജ്യം ഭരിച്ചാലും നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കൂട്ടത്തിലിരിക്കുന്ന നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനി ഇനി ദാരിദ്ര്യത്തിലാണെന്ന് സങ്കല്പിക്കാം. ഓന്റെ വീട്ടിൽ പോലും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിലും നിന്റെ ഓലഷെഡിനകത്ത് മരിക്കണ കാലം വരെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് പട്ടിണിയില്ലാതെ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും സുഖിച്ച് ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് ആവശ്യമൊന്നുമില്ല. എൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. എടാ, നിന്റെ വീട്ടിൽ ചോറുണ്ടെന്ന് വന്നിട്ട് എനിക്ക് വല്ലതും ഉണ്ടോ? നിന്റെ വീട്ടിൽ പെണ്ണ് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് തെണ്ടാതെ ജീവിക്കണമെങ്കിൽ നീ ചെയ്യ്. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വേണോ വേണ്ടേ? ചെയ്യുമെന്ന് താല്പര്യമുള്ളവരൊക്കെ കൈവക്ക്. വേണ്ട ഉസ്താദെ, ഞാൻ കരുനാഗപ്പള്ളിയുടെ മുന്നിൽ ഇരുന്നോളാം. ജമാഅത്ത് പള്ളിയുടെ ഇങ്ങനെ മക്കളെ കെട്ടിക്കാൻ ഒന്നുമില്ലപ്പാ, താപ്പാന്ന് പറഞ്ഞിട്ടിരിക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലർക്ക് പേടി, ഇങ്ങാരി ഇനി പിരിവങ്ങാണ്ട് തുടങ്ങാൻ സമയമായെന്ന. പിരിവ് തുടങ്ങാൻ പോവാ, പെണ്ണുങ്ങളൊക്കെ മോതിരത്തിലൊക്കെ കൈവച്ചോ. അവരുടെ പേടി ഇനി ഇങ്ങാരി പിരിക്കുക. എനിക്ക് ആരുടെ 5 നയാ പൈസ ഒന്നും വേണ്ട. നിങ്ങൾ ആരും 5 നയാ പൈസ മുടക്കണ്ട. അല്ല പറയുകയാ,
ഒരു കാര്യം ചെയ്താൽ മരിക്കണ കാലം വരെ പടച്ചോ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? പറ ഇൻഷാ അല്ലാഹ്, ഉറക്കെ പറ. എന്നാ ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേറ്റ്. മഴ പെയ്യുന്നുണ്ടോ? ചെറുതായിട്ട്, കുഴപ്പമില്ല. 3 സ്വലാത്ത് പറ. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ചെയ്യല്ലേ? പറ ചങ്ങായിമാരെ, ചെയ്യല്ലേ? ഉറക്കെ പറ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ? പറയാൻ ആഗ്രഹമുണ്ടാ? അപ്പൊ ഒന്ന് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയാ, ഞാനല്ല പറഞ്ഞ, അല്ലാഹ് തന്നെ പറയണേ. അല്ലാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ. അല്ലാഹ് പറയാ വാപ്പ. അല്ലാഹു പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, എടാ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? ചെയ്യുവോ? ചെയ്യേണ്ട എന്തെന്നറിയോ? നീയും നിസ്കരിക്കണം, നിന്റെ പെണ്ണുമ്പിളയെ നിസ്കരിപ്പിക്കണം, നിന്റെ മക്കളെയും നിസ്കരിപ്പിച്ച ഒരുത്തന്റെ മുന്നിലും തെണ്ടാൻ പോകണ്ട. മരിക്കുന്ന കാലം വരെ ഞാൻ തരും. അല്ലാഹ് പറയാ, ലാ നസ്അലുക റിസ്ഖ. നീ തേടി നടക്കണ്ട. എടാ നീ പോണ്ട, ഞാൻ തരാം. എന്താ അല്ലാഹ് പറഞ്ഞ? ഞാൻ തരാം. ഈ ഇവിടുത്തെ പള്ളിയുടെ മുന്നിലാണ് നിന്റെ കടയിരുന്നേ. ഈ പള്ളിയുടെ പരിസരത്ത് എത്രയോ വീടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന്റെ സമയത്ത് ബാങ്ക് വിളിച്ചു, നിന്റെ കടയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ പലരും പള്ളിയിൽ പോയി. നിന്നോട് ചോദിക്കണം, നീ പോണില്ലേ? അളിയ, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാൽ എൻ്റെ കച്ചവടം നഷ്ടപ്പെടും. എന്നാ പള്ളി പോകുമ്പോഴാണ് ഒരാൾ വരുന്നെങ്കിലും എൻ്റെ കച്ചവടം പോകും. അതുകൊണ്ട് ഞാൻ പോണില്ല. ഇപ്പൊ നിന്റെ കടയിൽ കച്ചവടം ഉണ്ടോ? ഇപ്പൊ ഈച്ച അടിച്ചോണ്ടിരിക്കുക കടയിൽ. എടാ നിന്റെ പണി എന്താ? നേരത്തെ കാലിന്റെ മേൽ കാലിട്ടിട്ട് പള്ളിയുടെ ചാരത്തുള്ള വീടിന്റെ മുന്നിൽ ഇരുന്നാ മതിയായിരുന്നു. മന്നും സെൽവ പോലെ ഗൾഫിൽ നിന്നൊക്കെ വരുമായിരുന്നു. ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? ലൈൻ ശക്കർത്തും ലഅസീദന്നകും വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. തരാനും അല്ലാഹ്ക്കറിയാം, അതിനെ തിരിച്ചു പിടിക്കാനും പടച്ചവനറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അല്ലാഹ് തന്നതങ്ങ് പിടിച്ചു വെച്ചു. അത്രേ ഉള്ളൂ. ഇവിടെ നായി ഉണ്ടല്ലോ, തെരുവിൽ കൂടെ നടക്കണ നായി, ഇത്തിരി വെള്ളം കൊടുത്ത്, എന്തെങ്കിലും തിന്നാൻ കൊടുത്ത്, എവിടെങ്കിലും വെച്ച് കണ്ടാ നന്ദി കാണിക്കും, വാലാട്ടി കാണിക്കും. നീ അങ്ങനെ അല്ലാഹ് തരുന്നത് മൊത്തം നിൽക്കും, എന്നിട്ട് തിരിഞ്ഞടക്കും. പിന്നെ പടച്ചോൻ എന്താ? അല്ലാഹ്ക്ക് എന്താ വണ്ടി ഓടുന്നത് നിനക്ക് ഇങ്ങനെ വാരി വാരിക്ക് തരാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. തരാനും അല്ലാഹ്ക്ക് അറിയാം, പള്ളിയുടെ മുന്നിൽ കൊണ്ടിരുത്താനും അല്ലാഹ്ക്ക് അറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് പടച്ചോൻ പറയാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ. നീ ആരാ? വലിയ ആളാ? അല്ല നീ ഉസ്താദേ ഞാൻ പള്ളിയിൽ പോയി, അല്ല 5 നേരവും ഞാൻ പള്ളിയിലാ. നീ അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടുമൊന്നുമില്ല. അല്ലാഹ് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് പോണോന്നാ. സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോണോന്നല്ല അല്ലാഹ് പറഞ്ഞേ. അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹജ്ജ. പോകുമ്പോ പെണ്ണുമ്പിള്ളെ മക്കളെ കൂടെ കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹ് പറഞ്ഞത് അൻഫുസകും വഅഹ്ലീകും നാറ. നരകത്തിൽ നിന്ന് നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ കുടുംബത്തെ കൂടെ കൊണ്ടുപോകണം. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, അവരെ കൂടെ രക്ഷപ്പെടുത്തി നീ കൊണ്ടുപോകണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കണ കാലം വരെ പട്ടിണിയില്ലാതെ, ദാരിദ്ര്യം ഇല്ലാതെ, യവന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അതിനുള്ള ഏക വഴി 5 നേരം അങ്ങോട്ട് നിസ്കരിപ്പിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുക. 7ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലണം. ഇതല്ലേ ദീൻ പഠിപ്പിക്കണേ? ഇതല്ലേ ഇപ്പൊ മദ്രസയിൽ പഠിച്ചിട്ടല്ലേ? ആണോ അല്ലേ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? ഉറക്കപ്പറ, തല്ലണം. തല്ലി ഏതെങ്കിലും വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏതെങ്കിലും വാപ്പ,
നിങ്ങളുടെ എല്ലാവരുടെയും കൈവക്കാത്തവരുടെയൊക്കെ മക്കൾ നിസ്കരിക്കുന്നവരാ, 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പൊട്ടനാകണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. വെറുതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാ നീ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യല്ല. ദുആ ചെയ്തു ആര്? ലോകത്തിന്റെ നേതാവ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, ഈ ഇരിക്കണ ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ഉണ്ടാകാൻ. ഏത് വാപ്പ? തലകുത്തി നിൽക്കണ വാപ്പയ്ക്കല്ല, രാവും പകലും പള്ളിക്കകത്ത് പോയിരിക്കുന്ന വാപ്പയ്ക്കല്ല, തന്റെ മക്കളെ നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ നിസ്കരിക്കാതെ കിടക്കുമ്പോ തല്ലി അങ്ങോട്ട് നിസ്കരിപ്പിക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പ ഇല്ലേ? പണ്ട് നിങ്ങൾ ചിന്തിക്ക്, വീടിന്റെ അകത്ത് കിടന്നിട്ട് നമുക്ക് ശൈത്താൻ കൂടുമ്പോ ഉമ്മ ചോദിക്കും, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോടാ സിറാജ്? ഇത്രേ ചോദിക്കത്തുള്ളൂ. ശൈത്താൻ അപ്പൊ തന്നെ ഇറങ്ങിപ്പോ. ഒറ്റ ചോദ്യം വയ്ക്കത്തുള്ളൂ. വാപ്പ വരുന്നല്ല, വാപ്പ തല്ലൂന്നല്ല, അലമാരിയുടെ മോളി ഇരിക്കുന്നത് കണ്ടോന്ന് ചോദിച്ചാൽ മതി. അപ്പൊ തന്നെ എന്റെ ശൈത്താൻ ഇറങ്ങിപ്പോ. കാരണം എന്തേ? കാപ്പി കമ്പിരിക്കണത് അവിടെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതുപോലെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇന്ന് നിന്നെ മക്കള് തല്ലുന്ന അവസ്ഥയാ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നീ പേടിക്കൊന്നും വേണ്ട, നീ 5 നേരം നിസ്കരിക്ക്. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, നല്ല മരണം വേണോ? വേണോപ്പാ? വല്ലവന്റെ മരണവും പറഞ്ഞോണ്ട് ഇടന്നാ മതിയോ? ഉസ്താദ്, എന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച്, ഉമ്മ റമദാൻ മാസത്തിലാ മരിച്ച്, ഓഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉസ്താദ്, ഇങ്ങനെ പറഞ്ഞോണ്ട് ഇടന്നാ മതിയോ? നിനക്കും അങ്ങനെ പോണെന്ന് ആഗ്രഹണ്ടാ? പൈസ കൊടുത്താൽ കിട്ടുവോ? എടാ, അള്ളാഹു എന്റെ വീടും പറമ്പും മുഴുവനും ഞാൻ പള്ളിക്ക് കൊടുക്കാം, വെള്ളിയാഴ്ച ആ ജുമായ്ക്ക് മുമ്പ് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പറ്റുവോ? പറ്റുവോ? ഇല്ല. അള്ളാഹ് പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം, ഞാൻ തരാം. രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്, പറഞ്ഞ തന്നെ അള്ളാഹ് പറയുകയാ, 5 നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി. വല്ല ആക്കിബത്തുലി തഖ്വ, നല്ല മരണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. വേണ്ടവരൊക്കെ മേടിച്ചിട്ട് പൊക്കോ, നാളെ അവിടെ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒന്നാമത്തെ കാര്യം, എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹിനോട് പറയണം, ഈമാൻ വർദ്ധിപ്പിച്ചതാ എന്ന് ദുആ ചെയ്. ഈമാൻ കൂടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഈമാനിൽ വർധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2:11 മണിയായി. നിർത്താറായോ? എത്ര മണിക്ക്? 1 മണിക്കൂറായില്ലേ? 1 മണിക്കൂറായില്ലേ? ഇൻഷാ അല്ലാഹ് നിർത്താറായ? പറയറോ നിർത്താറായ? കാരണം നിങ്ങൾക്ക് വഴുത, ഇത് ക്ലാസ്സാ. അങ്ങനെ കാരണം കൂടുതൽ എടുക്കാൻ വയ്യ. നാളെ കൂടെ ഒരു പരിപാടിയുണ്ട്, അവരുടെ അടുത്തും കൂടെ പോകുന്ന ഒരു കോളേജിന്റെ പരിപാടിയാണ്. ഇന്നിവിടെ കിടന്ന് വിളിച്ചു പോയി നേരെ വീട്ടിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പൊ നാളെ കൂടെ പോകേണ്ടതുള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ബോറടിച്ചാൽ ഞാൻ നിർത്തും. എന്ത് വേണം? നിർത്തണോ പറയണോ? നിർത്തണോ പറയണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ഇങ്ങനെ പൊക്കണം കേട്ടാ. നമുക്ക് നാളെ ഒരു കുട്ടിയെ കെട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നപ്പോ എത്ര പവനായിരുന്നു അനീഷ പിരിഞ്ഞത്? 10-13 പവൻ പിരിഞ്ഞു. പക്ഷെ ഇപ്പൊ 7 കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പോയി. ഞാൻ ഈ അടുത്തൊരിടത്ത് വയതിന് പോയപ്പോ സംഘാടകം പറയാം, ഉസ്താദെ 500 500 കിട്ടണത് മേടിച്ചാൽ മതി, പിരിവിലടക്കാൻ വയ്യ. അത് മതി ഉസ്താദ്, 50,000 ചോദിക്കല്ലേ. 5,000 ഒന്നും വേണ്ട, 500 500 അത് കൈ വാങ്ങിത്ത ഉസ്താദ് മൈക്ക് സെറ്റ് ചെയ്യാൻ കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ അവസ്ഥ അതാ, ചുമ്മാ അങ്ങ് പൊക്കും തരാൻ വാക്കാ ചങ്ങാതി. അള്ളാഹുവെ പടച്ചോനെ എന്തെങ്കിലും തടസ്സം ഉണ്ടാകണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലെങ്കിലും അവർ തരും. അള്ളാഹു അവരെ കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഉസ്താദെ ബാക്കി 3 പവൻ ഞങ്ങൾ ഇട്ടോളാം, ബാക്കി 3 പവൻ ഞങ്ങൾ ഇട്ടോളാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവെ അൽ ഫലാഹിന്റെ മക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു മക്കൾക്കൊക്കെ എല്ലാവിധ ഖൈറു ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള 2ാമത്തെ വഴി എന്തെന്നറിയുമോ? അസ്സാബിഖൂന ബിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം ഒരാളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് എനിക്ക് ചെയ്യണം തമ്പുരാനെ, എനിക്കൊന്നാമനാകണം തമ്പുരാനെ. നന്മയ്ക്ക് വേണ്ടി മത്സരിക്കല് ഈമാൻ വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 2ാമത്തെ കാര്യം, ഒരു നല്ല കാര്യം പറഞ്ഞ അവൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണം.
അള്ളാഹ് ആദ്യം എനിക്കാ വിജയിക്കണ്ട, അതാ ചിന്ത. ഇലക്ഷനിൽ വോട്ട് അതല്ലപ്പാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മത്സരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി. എങ്കിൽ പണ്ടൊരു മത്സരം, ഇന്നലെ ഇലക്ഷൻ നടന്നു, നമ്മൾ അവിടെ ചിന്തിക്കാം. എന്നാൽ പണ്ടൊരു മത്സരം നടന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു മത്സരം നടന്നു. പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, ഇസ്ലാമിന് ദീനിന് വേണ്ടി കുറച്ച് കാശ് വേണം, കുറച്ച് സാധനം വേണം, എന്താ കൊണ്ടുപോവാ, വീട്ടിൽ പോയി കൊണ്ടുപോവാ. സഹാബത്ത് മുഴുവനും വീട്ടിൽ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സദക്ക ചോദിച്ചപ്പോ എടുക്കാൻ വേണ്ടി എല്ലാരും വീട്ടിൽ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോ ചിന്തിച്ചു, പടച്ചവനെ, എന്ന് നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ ജയിക്കണേ, എനിക്ക് ഒരിക്കലെങ്കിലും ജയിക്കണം പടച്ചവനെ. എന്ന് ഈ ചങ്ങാതിയ, എന്തിനും ഒന്നാമതി ചങ്ങാതിയ, അതുകൊണ്ട് ഒരിക്കലെങ്കിലും അബൂബക്കറിനെ എനിക്കൊന്ന് പരാജയപ്പെടുത്തണം. വീട്ടിൽ ചെന്നു, തന്റെ സമ്പത്തിന്റെ പകുതി ഇങ്ങെടുത്തു, പകുതി മാറ്റിവെച്ചു. സമ്പാദ്യത്തിന്റെ പകുതി മുഴുവനും കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ചു. പ്രവാചകൻ ചോദിച്ചു, ഉമറേ, ഇനി എന്തുകൊണ്ട് വീട്ടി? സമ്പത്തിന്റെ പകുതി വിടാ നബി, ഇനി പകുതിയുണ്ട് നബിയെ, പകുതി ഞയർ പകുതിയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇങ്ങനെ മാറി നിൽക്ക. അബൂബക്കർ എപ്പോഴാ വരണേ, കാത്തു നിൽക്കുക, എന്താ കൊണ്ടുവരിക? അബൂബക്കർ തങ്ങളുടെ വരവ്, എല്ലാരും വന്നു. അവസാനം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറിയ പൊതിയായിട്ട് വരിക. മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കയ്യിലേക്ക് വെച്ചു കൊടുത്ത്, നബി, ഇതേ ഉള്ളു നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്തുണ്ട്? അവിടെ അല്ലാഹുവിൻ റസൂല് മാത്രമേ ഉള്ളൂ നബിയെ. അപ്പോഴും തോറ്റുപോയി. അപ്പോഴും ഉമർ തങ്ങൾ തോറ്റുപോയി. അവിടുത്തെ മത്സരം അങ്ങനെയാ. ഏതൊരു കാര്യത്തിനും മുൻപന്തിയിലെത്തണം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരാജയപ്പെട്ടു പോയി. അത് വെറുതെയല്ല. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമനാകണമെന്നുള്ള ആഗ്രഹം അതാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ പടച്ചവനെ, അബൂ ദുജാന എന്ന് പറയുന്ന ഒരു സ്വഹാബി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഓടുകയാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞു സലാം വീട്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സ്ഥിരമായിട്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. ഒരുപാട് ദിവസം ഇങ്ങനെ കണ്ടപ്പോ ഒരു ദിവസം പള്ളിക്കകത്ത് നിന്ന് ഇറങ്ങി പോകുന്ന അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, അബൂ ദുജാന, നിനക്കെന്തേ ഇത്ര ധൃതി? എന്ത് നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? എന്താണ് ഇങ്ങനെ എഴുന്നേറ്റ് പോടുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണ് നബിയേ. എന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുമല്ലോ നബിയേ. എന്റെ വീടിന്റെ മുന്നില് അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു നബിയേ. അതിൽ നിന്ന് ഈത്തപ്പഴം എന്റെ വീടിന്റെ മുന്നിൽ വീഴാറുണ്ട്. പടച്ചവരെ, എന്റെ മക്കളെങ്ങാണം അത് കണ്ടാ അനുവാദമില്ലാതെ ഹറാമന്റെ മക്കളെടുത്ത് കഴിച്ചു പോകും നബിയേ. ഒരു ദിവസം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ. വിശപ്പിന്റെ കാഠിന്യത്താൽ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴം എന്റെ മക്കളെടുത്ത് കഴിച്ചു നബിയേ. അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. എന്തിനാണ് ഓടുന്നതെന്നറിയുവോ? എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പ് ഞാൻ സുബഹി നമസ്കരിച്ച് ഓടിച്ചെന്നിട്ട് എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലേക്ക് ഇടാൻ ഓടുന്നതാണ് നബിയേ. തന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം പറക്കിയെടുത്ത് അതിന്റെ ഉടമസ്ഥന്റെ പറമ്പിലിടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, ആരാ? അബൂ ദുജാനയുടെ അയൽവാസിയാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് വിളിച്ചു കൊണ്ടുവരാ പറയുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ആ ഈത്തപ്പഴം എനിക്ക് തരുവോ? അതാ അബൂ ദുജാനയുടെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരമുണ്ടല്ലോ, അതെനിക്ക് നൽകിയാൽ
സ്വർഗത്തിലെ 10 മരം ഞാൻ നിനക്ക് പകരം നൽകാ. ഇവിടത്തെ ഒരു മരത്തിന് പകരം അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 10 ഈത്തപ്പന മരം ഞാൻ നിനക്ക് നൽകാ. പടച്ചവനെ മുത്തുനബി പറയുമ്പോ ആ മനുഷ്യനൊരു മുനാഫിക്കായിരുന്നു. അവനൊരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞത് എന്തെന്നറിയോ? ഈത്തപ്പനം മരം വിൽക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ സ്വർഗത്തിൽ എനിക്ക് 10 മരം വേണ്ട. എനിക്ക് സ്വർഗത്തിലല്ല വേണ്ടത്, രൊക്കമായിട്ട് 10 മരം എനിക്ക് നൽകിയാൽ എന്റെ ഈന്തപ്പനം മരം ഞാൻ തരാമെന്ന് മനുഷ്യൻ പറയുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ. വെറുതെയല്ല മുത്തുനബി പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ ഒരു ത്രാസിലെടുത്ത് വെച്ചിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെയും ഈമാൻ എടുത്ത് വെച്ചാ തോറ്റുപോകും സ്വഹാബാ. മുത്തുനബി വെറുതെയല്ല പറഞ്ഞത്. അബൂബക്കർ തങ്ങൾ ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ 10 മരം ഈ അബൂബക്കറിന് തരുവോ നബിയേ? ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാൻ നബിയേ, ഇവന് വേണ്ടത് ഞാൻ കൊടുക്കാൻ നബിയേ, ഇവന് ഞാൻ 10 മരം കൊടുക്കാൻ നബിയേ, എനിക്ക് തരുവോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് കിട്ടുമെന്ന് പറയുമ്പോ അബൂബക്കർ തങ്ങളാ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പ്രവാചകൻ പറഞ്ഞു, ഇവിടത്തെ ഒരു മരം നൽകിയ 10 സ്വർഗത്തിൽ തരാം. ആ പൊട്ടം പറഞ്ഞു, എനിക്ക് ഇവിടെ വേണം, അവിടെ വേണ്ട. സ്വർഗത്തിലെ 10 മരം എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ തന്നെ വേണം. അബൂബക്കർ തങ്ങൾ വെച്ച് നബി എനിക്ക് തരുവോ? തരാ. ഈ മനുഷ്യന്റെ കയ്യെ പിടിച്ചിട്ട് ഈന്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇഷ്ടമുള്ള എടുത്തോ, ഇഷ്ടമുള്ള 10 കെട്ടിപ്പിടിക്കാൻ സന്തോഷം. കാരണം സ്വർഗത്തിൽ 10 മരം ഇവ എനിക്ക് നൽകിയവനാ. കെട്ടിപ്പിടിച്ചു. അവിടെ നിന്ന് പറഞ്ഞടാ, വേണ്ടത് എടുത്തോടാ, നിനക്ക് ഇഷ്ടമുള്ള ഏത് മരം വേണമെങ്കിൽ 10 എണ്ണ എടുത്തോ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതാ നന്മ. ഒരു നല്ല കാര്യം കേട്ട പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യണം. ഒരു നല്ല കാര്യം അങ്ങോട്ട് പറയപ്പെട്ടാൽ അത് ആദ്യം നിനക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.